നിങ്ങളൊരു ജിം ഓണറാണെന്ന് കരുതുക. സോ അപ്പം എല്ലാ മാസം 1-ാം തീയതി നിങ്ങൾ മാനുവലി ഇരുന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടായിരിക്കും നിങ്ങൾ ഫീ കളക്ട് ചെയ്യേണ്ടത് അല്ലേ. നിങ്ങളൊരു ഹൗസ് റെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെന്ന് കരുതുക. അപ്പോഴും ഇതേ അവസ്ഥയാണ്. എല്ലാ മാസവും ആദ്യമേ നിങ്ങൾ പുറകെ നടന്ന് മാനുവലി മെസ്സേജ് മാനുവലി കോൾ ചെയ്തിട്ടാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്. നിങ്ങളൊരു ഡെന്റിസ്റ്റാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി, അടുത്ത അപ്പോയിൻമെൻറ്റ് അടുത്ത ആഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾ ആ കസ്റ്റമറിനെ വിളിച്ച് റിമൈൻഡ് ചെയ്യണം, നിങ്ങൾക്ക് വേറൊരു സ്റ്റാഫ് വേണം ഫോളോ അപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ്റെ പേരാണ് ഓട്ടോമേഷൻ. അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മാനുവൽ എഫേർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ വേറൊരു സ്റ്റാഫ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. അതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും ചെയ്തു തരാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഓട്ടോമേഷനും കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിന് വാല്യൂ ആഡ് ചെയ്യുന്നത്. അതായത് മെറ്റ ആഡ്സും ഗൂഗിൾ ആഡ്സും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷെ അതിനെ ഇച്ചിരൂടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഓട്ടോമേഷനും കൂടെ ചെയ്യാൻ പറ്റണം. ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതുവഴി നിങ്ങൾ ജുവല്ലറി അല്ലെങ്കിൽ ടീഷർട്ട് വിൽക്കുന്ന ബിസിനസ്സാണ്. നിങ്ങൾക്കൊരു രാത്രി 11:30 അല്ലെങ്കിൽ 12 മണിക്ക് ഒരാൾ നിങ്ങളുടെ പരസ്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കണ്ടു. അപ്പം പെട്ടെന്ന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ചോദിക്കുന്നു, അല്ലെങ്കിൽ ഈ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ്, നിങ്ങൾ ഡെലിവറി ചെയ്യുമോ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ രാത്രി 12 മണിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം രാവിലെ ഉള്ളായിരിക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളായിരിക്കും. ചിലപ്പം ആ ഒരു സമയം കൊണ്ട് മേ ബി ആ ഒരു കസ്റ്റമറിൻ്റെ ഇൻറ്റൻറ്റ് പോവുമായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കോമ്പറ്റീറ്ററിൻ്റെ അടുത്ത് പോവുമായിരിക്കും, റൈറ്റ്. സോ അപ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് ഓട്ടോമേഷനാണ് ഇൻസ്റ്റഗ്രാമിൽ DM ഓട്ടോമേഷൻ. അതായത് രാത്രി 1 മണിക്കായാലും ആരെങ്കിലും ഒരു കീവേഡ്, അതായത് നിങ്ങൾക്ക് ക്യാഷ് ഡെലിവറി ഉണ്ടോ എന്നുള്ളൊരു കീവേഡിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പം മിനി ചാറ്റ് പോലെയുള്ള ടൂളുകൾ വെച്ചിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. യെസ്, നമുക്ക് ക്യാഷ് ഡെലിവറി ഉണ്ട്, നമ്മുടെ പ്രൊഡക്ട്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും. സോ അപ്പം അവർക്ക് മനസ്സിലായി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, വെബ്സൈറ്റിൽ പോയി വാങ്ങിക്കാം. അല്ലെങ്കിൽ എത്ര രൂപയാണ് നിങ്ങളുടെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് ഓട്ടോമേഷൻ, അതായത് ഇൻസ്റ്റാഗ്രാമിലെ DM ഓട്ടോമേഷൻ. പിന്നെ ഉള്ളത്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് കാണിക്കുക. നമ്മൾ പുതിയൊരു ഫോൺ കേസ് നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ ആ ഫോൺ കേസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അവസാനം വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ ഫോൺ കേസ് വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഫോൺ കേസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കീവേഡ് കമൻറ്റ് ചെയ്യാൻ പറയാൻ പറ്റും. കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ DMയിലോട്ട് നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിങ്ക്, ആമസോണിൻ്റെ ലിങ്ക് ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും, അത് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമുക്ക് കമൻറ്റ് ടു DM ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്യാൻ വേണ്ടി നമുക്ക് മെനി ചാറ്റ് എന്ന് പറഞ്ഞാൽ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ ഒരാൾ അടുത്ത മാസം എല്ലാ മാസവും 1-ാം തീയതി എല്ലാവരുടെയും നിന്ന് ഫീ കളക്ട് ചെയ്യണം. സോ അപ്പോൾ അത് അവരുടെ വാട്സാപ്പ് നമ്പറൊക്കെ നമ്മുടെ കയ്യിൽ കാണും അല്ലേ. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ ഈ പറഞ്ഞ പോലെ വാട്ടി എന്ന് പറഞ്ഞ ടൂൾ, അതായത് വാട്സാപ്പ് ഒഫീഷ്യൽ API ഉപയോഗിക്കുന്ന ടൂളുകളുണ്ട്. അങ്ങനത്തെ ടൂളുകൾ വെച്ചിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാ 1-ാം തീയതി നമുക്കൊരു വാട്സാപ്പിൽ റിമൈൻഡർ ആയിരിക്കും, നമുക്ക് ഇത്ര രൂപയാണ് നമുക്ക് ഡ്യൂ ആയിട്ടുള്ളത്, അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജ് അയക്കാം. അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ നമ്മുടെ UPI ID അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഈവൻ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവോയ്സും വാട്സാപ്പ് വഴി തന്നെ ഓട്ടോമേറ്റ് ചെയ്താൽ പറ്റും. അതിനെയാണ് വാട്സാപ്പ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടിയും കുറേ ടൂളുകളുണ്ട്. സോക്കോ എന്ന് പറഞ്ഞ ടൂളുണ്ട്, വാട്ടിയുണ്ട്, ഹാപ്പിലി ഉണ്ട്, ഇങ്ങനത്തെ ഒത്തിരി ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം പിന്നെ ഒരു എക്സാമ്പിളാണ്, ഇപ്പം നിങ്ങളൊരു ഡെന്റിസ്റ്റാണ്. നിങ്ങൾക്ക് സാധാരണ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ വരുന്നു, നമുക്ക് റൂട്ട് കനാൽ പോലത്തെ ഒരു പ്രൊസീജിയർ ചെയ്യാനാണെങ്കിൽ ഒരു വിസിറ്റ് മാത്രം പോരാ, പിന്നെ അടുത്ത ആഴ്ച പിന്നെ വിസിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേറൊരു ഹ്യൂമൻ ആളെ വേണ്ടി വരും, ലൈക്ക് ഒത്തിരി ഫോളോ അപ്പ് ചെയ്യാനും ഒരു 2-3 ആൾക്കാർ വേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഒരു ഹ്യൂമൻ കോസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല രീതിയിലുള്ള ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ, നമുക്കിത് നല്ലൊരു വാട്സാപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരാഴ്ച വെനസ്ഡേ വന്ന ഒരാളെ അടുത്ത ആഴ്ച വെനസ്ഡേ ആണ് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ അതുപോലെ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്യൂസ്ഡേ ആകുമ്പോൾ ഒരു റിമൈൻഡർ നമുക്ക് വിടാൻ പറ്റും. നാളെയാണ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് എന്നുള്ള റിമൈൻഡർ. പിന്നെ ഈ വാട്സപ്പ് ഓട്ടോമേഷൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമെയിൽ ഓട്ടോമേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പോൾ 100 പേർക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ 20 പേരെ ഓപ്പൺ ആക്കാറുള്ളൂ. അത് കൂടുതലാണ്, അതായത് 20% ഉള്ളൂ ഓപ്പൺ ഡേറ്റ്. വാട്സാപ്പ് ആണെങ്കിൽ നേരെ തിരിച്ച് ഒരു 100 പേർക്ക് മെസ്സേജ് 80 പേര് അല്ലെങ്കിൽ 90 പേരാണ് ഇപ്പം ഓപ്പൺ ആക്കുന്നത്. അതായത് 80 തൊട്ട് 90% ആൾക്കാരും നമ്മൾ മെസ്സേജ് കാണും. സോ അങ്ങനെ വരുമ്പം നമുക്ക് അവിടെ ഈ എല്ലാ കേസുകൾ പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാനുവൽ എഫേർട്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ
നിങ്ങൾ പിന്നെ ഇരുന്ന് റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എററും വരത്തില്ല. നമ്മൾ തന്നെ മാനുവലി ഇപ്പോൾ ഒരു കാര്യം അയക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പം ഒരു കസ്റ്റമറിനെ കുറിച്ച് മറന്നു പോകും, ഒരു കസ്റ്റമറിൻ്റെ ഡേറ്റ് എത്രയാണെന്ന് നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ഫീ എത്രയാണെന്ന് മറന്നു പോകും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ബിസിനസ്സിൽ മാത്രം ഇരുന്നിട്ട് നിങ്ങൾക്ക് മേ ബി ഒരു സ്റ്റാഫ് മതിയായിരിക്കും. ഓട്ടോമേഷൻ ഉണ്ടെങ്കിൽ ഒരു 5 സ്റ്റാഫിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ്റെ ഉപയോഗം. ഇനി ഒരു ലെവലും കൂടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് സാപ്പിയർ അല്ലെങ്കിൽ പാബ്ലി എന്ന് പറഞ്ഞ ഓട്ടോമേഷൻ ടൂളുകൾ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് 2-3 ആപ്പുകൾ, ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വെബിനാർ നടത്തുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി. അപ്പോൾ ആ വെബിനാറിന് രജിസ്റ്റർ ചെയ്തവരെയും ഫോളോ അപ്പ് ചെയ്താലേ ഉള്ളല്ലോ ഒരു വെബിനാറിന് കയറത്തുള്ളൂ. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു വെനസ്ഡേ ആണ് നമ്മുടെ വെബിനാർ വരുന്നത്. അപ്പോൾ നമുക്ക് മൺഡേ ഒരു റിമൈൻഡർ കൊടുക്കാം, വെനസ്ഡേ ആണ് വെബിനാർ, അതിൻ്റെ ലിങ്കും കാര്യങ്ങൾ അയച്ചു കൊടുക്കാം. ട്യൂസ്ഡേ ഒരു റിമൈൻഡർ കൊടുക്കാം. വെനസ്ഡേയും നമുക്കൊരു 3-4 പ്രാവശ്യം വെബിനാർ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് തൊട്ട് വരെ നമുക്ക് റിമൈൻഡറും ഈ വെബിനാർ ജോയിൻ ചെയ്യുന്നതിൻ്റെ ലിങ്കും അയച്ചു കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ രീതിയിലുള്ള ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ. അതായത് പിന്നെ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ വെബിനാർ കഴിഞ്ഞിട്ട് നമുക്ക് വെബിനാർ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ അയച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഒരു 100 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാനുവലി ഓരോ ആൾക്കാരുടെ ഇമെയിൽ എടുത്തിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്ത് മാനുവലി അയച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും. ലൈക്ക് 1-2 ദിവസം എടുക്കേണ്ട, 3 ദിവസം എടുക്കേണ്ട ടാസ്കുകളായിരിക്കും. ലൈക്ക് സോ അപ്പം നമുക്ക് ഇതൊരു സാപ്പിയർ അല്ലെങ്കിൽ പാബ്ലി പോലത്തെ ഒരു ടൂൾ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഗൂഗിൾ ഷീറ്റിൽ ഈ അറ്റൻഡ് ചെയ്തവരുടെ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഷീറ്റും നമുക്കൊരു പ്രസൻറ്റേഷൻ, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഗൂഗിൾ സ്ലൈഡ്സിൻ്റെ ടെംപ്ലേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും നമുക്ക് പാബ്ലി അല്ലെങ്കിൽ സാപ്പിയർ പോലത്തെ ഒരു ടൂൾ വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഗൂഗിൾ ഷീറ്റിൽ ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ജനറേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. സാപ്പിയറോ പാബ്ലിയോ വെച്ചിട്ട് നമ്മുടെ ഈ ഗൂഗിൾ സ്ലൈഡ്സും നമ്മുടെ, അതായത് ഏതെങ്കിലും ഒരു ഇമെയിൽ സെൻഡിങ് പ്രൊവൈഡർ, അതായത് മെയിൽ ചിപ്പ് പോലത്തെ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നമ്മുടെ ഇമെയിൽ വെച്ചിട്ടാണെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിലായിട്ട് പൊക്കോളും. അതായത് ബേസിക്കലി നമ്മളൊരു ജസ്റ്റ് ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കുന്ന തന്നെ ഓട്ടോമാറ്റിക്കലി സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നു. സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ അറ്റൻഡീസിൻ്റെ ഇമെയിലോട്ട് പോകും. അപ്പം അതൊരു വലിയൊരു മാനുവൽ ടാസ്ക്കാണ്. നമുക്ക് ഇങ്ങനത്തെ ടൂളിൽ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ ഓട്ടോമേഷൻ അറിയാവുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഒരു ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്ത് ലീഡ് കളക്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് നോർമലി ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ, ഒരു 10-20 പേരുടെ ടീം കാണും കോൾ ചെയ്യാനായിട്ട്. അപ്പം ചിലപ്പോൾ ഡിലേ ആയിട്ട് കോൾ ചെയ്യും, ചിലപ്പം കോൾ ചെയ്യുമ്പം പിക്ക് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സോ ഇപ്പം നമുക്ക് നല്ലൊരു ഓട്ടോമേഷൻ അറിയാവുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നമുക്ക് ആ ലീഡ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് പോകാം. അപ്പം ഒരു കാർ വാഷിംഗ് സർവീസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് ക്ലിക്ക് ചെയ്ത് ലീഡ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ആ വാട്സാപ്പിലോട്ട് നമുക്കൊരു സ്ലോട്ട്സ് അയച്ചു കൊടുക്കാം. ഏതൊക്കെ സ്ലോട്ടാണ് അവൈലബിൾ എന്ന് അവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമേഷൻ വെച്ച് ഇമെയിലിലോട്ടൊരു ബുക്ക് ചെയ്തതിൻ്റെ റെസിപ്റ്റ് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ റെസിപ്റ്റ് അയച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കസ്റ്റമർ കോൾ ചെയ്യാൻ ഒരാളുടെ പ്രശ്നമില്ല. നമ്പർ പിക്ക് ചെയ്യുന്ന ചിലപ്പം ഒരാൾ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കും, പിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പ്രോബ്ലം ഇല്ല. ഫാസ്റ്റായിട്ട് വേറൊരു കോമ്പറ്റീറ്ററിൻ്റെ ആഡ് കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ ഓട്ടോമേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ബ്ലൂസ്റ്റിക് അക്കാഡമിയിൽ നമ്മുടെ മോഡ്യൂൾസിൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ടൂളുകളെക്കുറിച്ചും ഇതെങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും യു ക്യാൻ ചെക്ക് ഔട്ട് bluesteakacademy.com. എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. 3 മാസത്തെ ഫുള്ളി കോംപ്രിഹെൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിലബസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് സിലബസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഫ് യു വാണ്ട് ടു ബുക്ക് എ സ്ലോട്ട് പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ഈ ഒരു നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നത് സ്മോൾ ബിസിനസ്സുകൾക്ക് ഇങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലേലിസ്റ്റാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഓൾസോ പ്ലീസ് ഡ്രോപ്പ് എ കമൻറ്റ്. താങ്ക് യു സോ മച്ച്.